പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ സംഗീത് രവീന്ദ്രൻ, പഴമ്പാലക്കോട് SMM ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനാണ്. ഞാൻ ചെറിയ ഒരു കഥ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമയത്ത് വന്നിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ ശാസ്ത്രത്തിൻ്റെ യുഗത്തിൽ വിളയാടുകയാണ്. വിശ്വാസങ്ങളെല്ലാം മോശമാണെന്ന് അല്ല ഞാൻ പറയുന്നത്, പക്ഷേ അന്ധവിശ്വാസങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു ചെറിയ കഥ പറഞ്ഞ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വളരെ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ ഒരു കുടുംബക്ഷേത്രം ഉണ്ടായിരുന്നു. ആ കുടുംബക്ഷേത്രത്തിലെ പൂജയ്ക്ക് വേണ്ടി അവിടെ മുഖ്യ പുരോഹിതനും ആ കുടുംബത്തിൻ്റെ നാഥനുമായ വ്യക്തി ഒരു പാത്രം നിറയെ പാല് കൊണ്ടുവച്ചു. ആ വീട്ടിലെ പൂച്ച ആ പാല് എടുത്ത് കുടിച്ചു. പിറ്റേ ദിവസം അവർക്ക് പൂജ ചെയ്യുന്ന സമയത്ത് ആ പൂച്ചയെ പിടിച്ച് ഒരു കൂട്ടിലാക്കിയിടുകയും പാലവിടെ തന്നെ തുറന്നു വെക്കുകയും ചെയ്തു. ഇങ്ങനെ നാളുകളോളം അവർ പൂജ ചെയ്യേണ്ട സമയത്ത് പാല് തുറന്നു വെക്കുകയും പൂച്ചയെ കൂട്ടിലടക്കുകയും ചെയ്തു. കാലങ്ങൾ അനേകം കടന്നുപോയി. ആ വീട്ടിലെ മുഖ്യ പുരോഹിതൻ മരിച്ചു. ആ പുരോഹിതൻ്റെ മകനായിട്ടുള്ള വ്യക്തി അവിടെ പുരോഹിതനായിട്ട് കടന്നു വരികയാണ്. ആ പുരോഹിതൻ ആയിട്ടുള്ള മകനും ഇതുപോലെ പൂജയുടെ സമയത്ത് ആവശ്യത്തിനായിട്ട് ആ ക്ഷേത്രത്തിന് സമീപം ആ പാല് എടുത്തു വെക്കുന്നു. അത് സമീപത്ത് തന്നെ അവർ ആ പൂച്ചയെ അങ്ങനെ മൂടിയിൽ ഇടുന്നു. നാളുകൾ കഴിഞ്ഞു. ആ വീട്ടിലെ പൂച്ചകളെല്ലാം അവസാനിച്ചു. പൂച്ചകളെല്ലാം ചത്തുപോയ സമയത്ത് അവർ പൂജയ്ക്കുള്ള പാലെടുത്ത് വെച്ചു. ആ സമയത്ത് സ്വന്തം വീട്ടിലെ പൂച്ച ചത്തതിനാൽ അതിനെ പിടിച്ചിടാൻ മാർഗമില്ലാതെ തൊട്ട് അയൽപക്കത്തെ വീട്ടിൽ നിന്ന് ഒരു പൂച്ചയെ കൊണ്ടുവന്ന് അവർ അവിടെ മൂടിയിട്ടു. ഈ ചെറിയ കഥയിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം, പൂച്ചയും പൂച്ചയുമായിട്ട് യാതൊരു ബന്ധം ഇല്ല എന്നിരിക്കെ കാലങ്ങളായി തുടരുന്ന ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ ആ പൂച്ച ഒരു ആചാരമായി മാറി. ഇത്തരത്തിൽ അനേകമായിട്ടുള്ള ദുരാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ദുരാചാരങ്ങളെ ഈ ശാസ്ത്രത്തിൻ്റെ യുഗത്തിൽ തുറന്നു കാട്ടേണ്ടത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ്. നന്ദി, നമസ്കാരം.